തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിച്ച കെ.പി.സി.സി ഉപസമിതിയുടെ റിപ്പോർട്ടിന്മേൽ കലങ്ങിമറിഞ്ഞ് തൃശൂരിലെ കോൺഗ്രസ്. റിപ്പോർട്ടിനെതിരെ മുൻ ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കോൺഗ്രസ് നേതൃത്വത്തിനെ സമീപിച്ചു. അനാവശ്യ വിവാദങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ പാർട്ടിയെ നശിപ്പിക്കുന്നുവെന്നാണ് ജോസ് വള്ളൂരിൻ്റെ പരാതി. കെ.പി.സി.സി ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിൽ ഒരു ഉന്നത നേതാവാണെന്ന് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് അന്വേഷിക്കാൻ കെ.പി.സി.സി നിയമിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമാണ്. മുൻ ഡി.സി.സി പ്രസിഡന്റായ ജോസ് വള്ളൂർ പരാതിയുമായി എ.ഐ.സി.സി നേതൃത്വത്തെ സമീപിച്ചു. അനാവശ്യ വിവാദങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ പാർട്ടിയെ നശിപ്പിക്കുന്നുവെന്നാണ് ജോസ് വള്ളൂരിൻ്റെ പരാതി. എ.ഐ.സി.സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവർക്കാണ് ജോസ് വള്ളൂർ പരാതി നൽകിയിരിക്കുന്നത്. ഡി.സി.സി പ്രസിഡന്റ് പ്രഖ്യാപനം ഉടൻ നടക്കാനിരിക്കെ കെ.പി.സി.സി ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിൽ ഒരു ഉന്നത നേതാവാണെന്ന് കോൺഗ്രസിൽ ഒരു വിഭാഗം പറയുന്നു. നേതാക്കൾക്കിടയിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയുള്ള നടപടി. കൈരളി ന്യൂസ്, തൃശൂർ.